ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മളെ ഷുക്കൂർ മുത്തിൻ്റെ 5ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. രാവിലെ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 2-3 പകൽ സീക്വൻസ് മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ. അപ്പോൾ പകലത്തെ മാത്രം എടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, 3 മണിക്ക് തുടങ്ങിക്കണം കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഷൂട്ട് തുടങ്ങണം. കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം നൈറ്റ് ഷൂട്ട് പോകണം. നൈറ്റ് ചിലപ്പോൾ എന്തായാലും 1 മണി 2 മണി വരെ ഷൂട്ട് ചെയ്യാനുണ്ടാവും. കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ രാത്രിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ മുത്തും മാനും ക്യാമറ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. എവിടെ വെച്ച് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ കിട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നളിനി ചേച്ചി ഏതായാലും നേരത്തെ കാലത്ത് തന്നെ എത്തിയിരിക്കണം. നേരെ മതിൽമ കയറി ഇരുന്നിക്കണം. സുബീൻ ഇവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഓനും വന്നിരിക്കണം കേട്ടോ. ഓനും കുറേ പണിയൊക്കെ എടുത്തെടുത്തു. അങ്ങനെ പാടെ വരുമ്പോഴത്തെ കൂടി ഇങ്ങനെ ഓല് പോയിക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെയാണ് പരിപാടി തുടങ്ങാൽ. ഇക്കുറി നമുക്ക് ബഷീറാക്ക എന്ന പുതിയ ഒരു കഥാപാത്രം കൂടി നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോരണം. ബാക്കിൽ വലിയൊരാള് ജിന്നത് ഒരുമിച്ചാണ് പോവല്ലേ. ഒന്ന് മൈൻഡ് വോയിസ് ഒക്കെ ഡയലോഗ് എവിടുന്ന് പറഞ്ഞുതരാം. എന്റെ അമ്മ നമ്മുടെ നാട്ടില് കണ്ടാൽ നല്ല മാന്യന്മാരായ ആൾക്കാരൊക്കെ മഹാപെശകാവും. എന്റെ അമ്മോന്റെ എന്റെ അമ്മ നമ്മുടെ നാട്ടില് കണ്ടാൽ നല്ല മാന്യന്മാരായി തോന്നുന്ന ആൾക്കാരൊക്കെ മഹാപെശകേക്കാരം, മഹാ അലവലാദികളേക്കാരം. അങ്ങനെ പറഞ്ഞോ ഡയലോഗ്. ഞാൻ പറഞ്ഞിടത്തോ ആകെ കൺഫ്യൂഷനാണ്. ആ കയ്യിന്ന് താടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടോ? ബസുമതി ചാക്കരി കഴിഞ്ഞു. ആ ചാക്ക് എടുത്തിട്ട് പോന്നായിരുന്നു. അരി കൊണ്ടാണ്. അല്ല, അങ്ങനെ പറഞ്ഞാലും പോലെ നമ്മളെ നാട്ടിലത്തെ പല മാന്യന്മാരും ഇപ്പൊ നമ്മക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. ഇട്ടാലും പോലെ അതാട്ടാ മതി. പോവരുതേ. ആദ്യം മൈൻഡ് വോയിസ് ഇടണേ. ആക്ഷൻ. പൊന്നാന്റെ അമ്മ നമ്മളെ നാട്ടിലെ മാന്യന്മാരാണ് പറഞ്ഞ് നടക്കണോലൊക്കെ ഒക്കെ അലമ്പാളാ. ഒന്നിനും കൊള്ളൂല. ഷോട്ട് കട്ടിയപ്പോ ജമ്പ് ചെയ്യും. അല്ല ജമ്പ് ചെയ്യും. അല്ല താടിന്റെ ഇത്തരേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പക്ക ക്ലോസ് ആണ്. ഒരു പകയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കഴിഞ്ഞാൽ സാധനം പോവും. മഴയിറങ്ങിയപ്പോ ഡാഷിന് പോയ മാതിരിയായി. ജിന്ന് ശരിയാക്കിയപ്പോ നേരെ മനൂപ് കൊളാക്കി. ഫോക്കസ് ഔട്ട്. ഒന്നുകൂടി ഒന്ന് വായിച്ചു പോയിക്കാം. അല്ലല്ലല്ലല്ല എന്താ ഡയലോഗ് അടിച്ചിനു? ഞാൻ കുഴപ്പമില്ല. അമ്മ ഇവിടെ ഇരിക്കണേ. ഒരൊറ്റ ഫ്രെയിമേൽ നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ പാടത്തിന്റെ ബ്യൂട്ടി ഇട്ടാനേ.
ആരെ ആ തിരുപ്പൻ തപ്പിക്കണേ കയ്യിന്ന് പോയി ഞാൻ ഞാൻ പോയി ഞാൻ ഇവിടെ കട്ട് ചെയ്തു പൊട്ടറാണ്ട് നിന്റെ കയ്യിന്ന് പോയി ഞാൻ പോയി ഞാൻ കട്ട് ചെയ്തു. അവൻ അന്ന് വന്ന മാതിരി കജ്ജും കാലും മീസിയും പിരിച്ച് പോവാ വിചാരിച്ചു വന്നതാ. എന്നോട് പറയണ എന്റെ എപ്പിസോഡാണ്. ആ എന്നാ അടിച്ചൂടാ ഡയലോഗ്. സ്റ്റാർട്ടായോ? ആരെ ആ തിരുപ്പൻ സഫീക്കിനെ ആ നാറിനെ എന്റെ തറവാട്ടിൽ ഞാൻ കയറ്റില്ല. ഓനെ ഞാൻ അളിയാന്ന് കൂടി വിളിച്ചണല്ലേ. നടക്കൂല കേട്ടോ. ആ ഇത്തിരി പൊളിച്ചു. ഇത് സെക്യൂറാണ്. വേണമെങ്കിൽ വെറും സെക്യൂറല്ല, പാട്ടുമ്മൽ സെക്യൂറല്ല, കഞ്ചാവ് സെക്യൂർ. ഓർത്തോ റഹ്മാനായ റബ്ബേ ഇതിലാണല്ലോ വെട്ടിയ കൊല്ലല്ലേ. അങ്ങനെ മുതലാണ് ഒച്ച വരുന്നല്ലോ. പാടിക്ക വാങ്ങലേ പാടിക്കല വാങ്ങല് വർക്ക് തുടങ്ങിയിട്ട് രക്ഷയില്ല. ഇപ്പൊ നല്ല ഷൂട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇന്ന് തുടങ്ങണം. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. നൈറ്റ് പോണ്ടേ? ആ അന്ന് നൈറ്റ് ഷൂട്ടാറില്ലേ? അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് തീർന്നിട്ടോ. ഇനി നേരെ നമ്മൾ അങ്ങാടി പോയിട്ട് ഒരു സീക്വൻസ് എടുത്ത് തിരിച്ചും ഇങ്ങോട്ട് വരും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ കല്യാണം സെറ്റ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പടക്കില്ല ആളുണ്ടല്ലോ. ക്യാമറയിൽ നോക്കരുത് കുഞ്ഞു. ഇല്ലായിട്ട് പറയാം. ആക്ഷൻ. കളിച്ചോളി കളിച്ചോളി കളിച്ചോളി. ഓക്കെ സംസാരിക്കല്ലേ? അല്ല സുനിയേട്ടോ. ഓക്കെ, ഇവരമ്മമാര് ഒന്ന് പേർക്കുന്നതാണ്. ഷമീറാക്കൊന്ന് പേർക്കുന്നതാണ്. അല്ല നോക്കി നിങ്ങളൊന്ന് അറിഞ്ഞു. ഓക്കെ, പിന്നെ എന്നോട് ഇറങ്ങാനായി പറയട്ടോ. സുനിയേട്ട ആദ്യം മജീദിനെ വിളിച്ചണം. കൊല്ലിപ്പുറത്തുനിന്ന് റിയാക്ഷൻ ആണ് കേട്ടോ. ആന്ന് പറയണം. നജീബ് വന്നോ ചോദിച്ചാ അപ്പൊ വന്നിട്ടില്ല അറിയാം. അപ്പൊ നിങ്ങൾ വരി ചേർക്കന്മാർ ഒരു വസ്തുവിന് പറ്റില്ല. ഉള്ളി എന്നടാച്ചപ്പോ മുണ്ടുന്നില്ല. മുണ്ടൂല നിമാറാള് ഒന്നും ചോദിച്ചാൽ മുണ്ടൂല. അത് പറയുമ്പത്തിന് ജിഞ്ഞു വരും കേട്ടോ. ആക്ഷൻ. മജീദേ 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 നജീബ് വന്നോ? നജീബ് വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഉള്ളി അറിയാൻ പറഞ്ഞു. ഒന്നും ചെയ്തില്ല. മജീദേ ഉള്ളി തന്നെയോ? ഒന്നുകൂടി വിളിച്ച് മജീദേ ഒന്നുകൂടി നീട്ടി വിളിച്ച് മജീദേ മജീദേ മുണ്ടില്ലേ മാറ്. ജിന്നു വന്നോ? മുണ്ടില്ല, ജിന്നു വന്നു. ജിന്നു വന്നു പറഞ്ഞു. നമ്മുടെ നാടാഭിനയിച്ച് ദൃഢ സ്വരത്തിൽ പറയുന്നു, മറ്റൊന്ന് ദൃഢ സ്വരത്തിൽ പറയുന്നു. എന്ത് സ്വരത്തില്?
ആക്ഷൻ. മുന്നിക്ക് വരിക. ജിന്നൗട്ട് പോ. മജീദേ. മജീദേ ആ മജീദ് നജീബ് വന്നോ? നജീബ് വന്നോ? ഇല്ല വന്നിട്ടില്ല. ചെറുക്കനെ വസ്തു ചെറുക്കന് ഒരു വാസ്തു അറിയും. ഉള്ളേരിയാൻ പറഞ്ഞു. ഉള്ളിയറിയാൻ പറഞ്ഞതാണ് അവനോട്. ഉള്ളേരിയാ മജീദ് ഈ ഉള്ളി അറിഞ്ഞാണോ? ഒന്നുകൂടി വെച്ചു. മജീദേ മജീദേ മജീദ് ഒന്നുകൂടി നീട്ടി വെച്ചു. മജീദേ മുണ്ടിട്ടില്ല. മുണ്ടില്ല. ഈ മാറും മുണ്ടില്ല. പിന്നെ വന്നോ? ഒരു വാസ്തുവിന് ഒരു വാസ്തുവിന് പൊള്ളില്ല ഇവര്. പാന്തലൊക്കെ വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചോളി. നല്ല ഉസാറായിട്ടോ. അല്ലാതെ പെണ്ണും ചക്കരി ഇരിക്കണ കേട്ടോ. നമ്മളെ സുക്കൂർ ഇരിക്കാനുള്ളതാണ്. നിന്നെ പുച്ഛിക്കാനായിട്ട് ഇറങ്ങിക്ക. ആക്ഷൻ. രണ്ടടി മുന്നിക്ക് വരി. മജീദേ. മജീദേ മജീദ് ആ നജീബ് വന്നോ? നജീബ് വന്നോ? ഇല്ല വന്നിട്ടില്ല. വരില്ല. ഉള്ളി അറിഞ്ഞോ മജീദ്? കേക്കിനൊക്കെ ഒന്നുകൂടി. മജീദേ മജീദേ ഒന്നുകൂടി നീട്ടി. മജീദേ മജീദ് മജീദേ മജീദേ ഒറ്റൊന്നും മുണ്ടു. ഒറ്റൊന്നും കൊണ്ടില്ല. ഒക്കെ തിമാറോളാം. എന്തിനാ പിറ്റങ്ങളൊക്കെ വെറുതെ വച്ചു? ഒരു തൂയിലാണ് കുറെ അവിടെ മടി തൂക്കി വെച്ചിട്ടുണ്ടോ? കുറെ ഇതിലുണ്ട്. സക്കീറിനെ കണ്ടു. സക്കീറിനെ കണ്ടു. സക്കീറിനെ കണ്ടു. വെക്കരേ സുക്കൂറിന്റെ വാക്കനെ. ഉരുന്ന പാപ്പയാണ് ഞാൻ. ആ, അറിയില്ലേ? ഇവച്ചറിയാലോ. അതാണ് സംഭവം. ഉസാറായിട്ടില്ല കേട്ടോ. നിന്റെ പെങ്ങളെ പരിപാടി അല്ല അതാണ് പറഞ്ഞത്. ഞാൻ ഉസാറാക്കാക്കോ? സാധനമൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഉസാറായില്ലേ? ഉസാറായില്ല. ഓക്കെ. പറവ ഉച്ച ഒരു ലോഡ് ഉച്ച പുച്ഛത്തിന്റെ രാജാവ്. തടി എടുത്തോളി. അങ്ങനെ ബ്രോക്കർ പൈസ കിട്ടുന്ന നോക്കി തിക്കോളി. ഒപ്പിച്ചാല പരിപാടിയാണ് അറിയും. നിങ്ങളുടെ മുന്നിക്ക് നടന്നിങ്ങനെ വരും വർത്താനം പറഞ്ഞു. ആയിക്കാം. അതൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇതൊപ്പം ധൈര്യത്തിൽ പോന്നാ മതി. അടക്കാൻ പോക്ക് നിന്നില്ലേ? ചോരുമ്പോ മുട്ടിട്ടാ നിക്കണ്. ഇവിടുന്ന് പോക്ക് നിന്നിട്ടില്ല. പോയാണ്ടാ ചോരുമ്പോ പോയി മുട്ടാല പരിപാടിയാ. ഇപ്പുറത്ത് ചേർക്കുന്നത് കാലിയാ. ഇവിടുന്ന് എൻട്രി വരണ്ടേ? എൻട്രി വരും ഇവിടുന്നല്ലേ? എൻട്രി ഇല്ല. അങ്ങനൊക്കെ ഉണ്ടേ. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണ്ടേ? ഇപ്പുറത്തെ കണ്ട അല്ലെങ്കിൽ രണ്ടാളും കെട്ടിയിട്ടില്ല. ആ ഗുരു പറയുന്നത് കേക്കൂ. പറയൂ. അല്ലല്ല, ആണിന്റെ ഇടത് സൈഡ് തന്നെയാണ് പെണ്ണിരിക്കുക അല്ലേ? ആയിക്കോട്ടെ. പിന്നെ കാരണന്മാര് പറയുമ്പോ നമ്മള് കേൾക്കണല്ലോ. 10 കൊല്ലം അതിലോ ഈ കാലത്ത് ജീവിച്ചു. അങ്ങനെ തന്നെ അല്ലേ? എനിക്കതിനെ പറ്റി അറിയില്ല. അറിയാത്ത നമ്മളെന്താ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തിനില്ല. ഞങ്ങൾക്ക് ബാച്ചിലറാ. ഞങ്ങള് ഫ്രീക്കൻ പിള്ളേർ അല്ലല്ല കെട്ടിയിട്ടില്ല. പിള്ളേരുണ്ടെങ്കിൽ നോക്കിക്കോളേ. കിട്ടണ്ടപ്പത് മറ്റേ പറയാ പരസ്യം. പ്രിയപ്പെട്ട നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അറിയാൻ വേണ്ടി, സുന്ദരനും സുമുഖനുമായ യുവാവ്, 38 വയസ്സ്, പെണ്ണ് കെട്ടിയിട്ടില്ല. ജാതകം ഞങ്ങൾക്ക് പ്രശ്നമല്ല. ജാതി അത്രയും പ്രശ്നമല്ല. ഒരു പെണ്ണായാ മതി, അത്രേ ഉള്ളൂ. നമ്മള് കെട്ടാ. പറയാ അല്ലേ? 95 ബോഡി വെയിറ്റ്. 95 ബോഡി വെയിറ്റ് ആണ് പേടി. 6 അടി തയ്ച്ചതിന്. ചാടി പോരാൻ തയ്യാറുള്ളവർ, പൊന്നുവിന്റെ കൂടെ ചാടി പോരാൻ സമ്മതമുള്ളവർ അറിയിക്കുക. നമുക്ക് കമന്റ് ചെയ്യാം. നമ്മള് പൊന്നിന്റെ നമ്പർ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ്. ഇതാണ് ആള്. മൊത്തത്തിൽ കണ്ടോളി.
നിങ്ങളെ സാക്ഷിയാണെങ്കിൽ ഇതാക്കണം. മുക്രി ഉണ്ട്, മുക്രി. ഒന്നാം സാക്ഷി 2 ഞാനും ചെയ്യും. ഓക്കെ, റെഡി. ടേക്ക് റെഡിയാ. ഇക്കടെ ചൂടു ഇക്കടെ ഇവിടേക്ക് നോക്കാൻ നല്ലോണം ചിരിച്ചേ, നല്ല ചിരിച്ചേ, നല്ല ഭംഗിയുണ്ട് കേട്ടാ, അടിപൊളിയാണ്. ഇവിടെ നോക്കി ചിരിച്ചേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കപ്പലാണ് ഇപ്പൊ താത്തയിലേക്ക് കറക്റ്റ് നിൽക്കുന്നുണ്ട്. അവര് ചവിട്ട് കറക്റ്റാ. ക്യാമറ ഞാൻ ഇവിടെ ഉണ്ട്. വാപ്പങ്ങളെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വരാനായ ഞങ്ങൾ ബാക്കിലേക്കാം. ഒരു ഫോട്ടോ LC ലൈറ്റ് വന്നില്ല, LC ലൈറ്റ്. അയ്യോ പിടിച്ചല്ലേ വേണമെങ്കിൽ എടുക്കാലോ കുട്ടിയെ. ഫോട്ടോ കണ്ട ഇവിടെ ഒരു ഗ്യാപ്പ് വേണം. ഇങ്ങനെ ഡോട്ടണ്ട, ബാക്കി പിന്നെ ഇവിടെ ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ ഡോട്ടണ്ട. ഭക്ഷണം റെഡിയാണ്. ഏതാ ചോറ്, ഇതാ കറി, തൈര് പാത്രം. ഏതാണ് ആ പൂളൊക്കെ? തൈരുന്നു ഉണ്ടായിക്കോട്ടെ. ടച്ചിങ്ങിന് എന്തായാലും ഒരു വിശ്വാസമല്ല, മുട്ട് നിൽക്കുക പറയണം. അപ്പൊ ചേച്ചി നിങ്ങൾ പറയണേ, നേരത്തെ നമ്മൾ എടുത്തിന്റെ മുന്നല്ല ഷോർട്ടാണ് ഇത് വരിക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ അത് മനുഷ്യന്മാര് കേട്ട് നടക്കാണ്ട് അവിടെ ഇങ്ങനെ വരണം കേട്ടോ. അതിന്റെ ബാലൻസ് ഇവിടെ എത്തിയാൽ നമ്മൾ നേരത്തെ അത് കവർ ചെയ്യണം. ആ ഒരു ഡയലോഗ് കവർ ചെയ്യണം. മതിയോ? ചോറിന് പറയുക. അടുത്ത പടത്തിൽ എല്ലാവർക്കും ചാൻസ് നായകനെ, ഇവ ഡയറക്ടർ, ഞാൻ നായകൻ, ഇവൻ പ്രൊഡ്യൂസർ. ഇപ്പം എന്ത് തൊള്ളൊഴിച്ചു ഭാവിയിലായാലോ. ക്യാമറമാൻ ഞാനോ മാന്ത. പിന്നെ അല്ല, അവിടെ ഒരു പിച്ചക്കാരന്റെ റോൾ ഉണ്ട്, അത് നിങ്ങൾക്കാ. ലുക്ക് കറക്റ്റ് കാരം, ഒന്നും തള്ളിയണം. പാതിരാത്രിക്ക് ഇത്ര കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുമ്പോ നിങ്ങൾ നോക്കാണ് ഇരിക്കണ ഇരിപ്പ്. നമ്മളെ വാപ്പിന്ന്, അതാണ് സുക്കൂന്റെ വാപ്പിന്ന്. ഒരു ചങ്കി ബൈക്കോളി. അതിനെന്താ ഞാൻ വേണ്ടു, ഞാൻ ബ്ലോഗ് ചെയ്യും. അപ്പോ നമ്മളെ വർക്കിൽ പുതിയതായിട്ട് ഒരു ആളെത്തിയിട്ടുണ്ട്, കണ്ണൻ. ഇവിടെ എവിടെ എവിടെ ഹമാ അവിടെ ഇപ്പൊ ഖാൻസാവായി ഹാടാ ഖാൻസാവ അടിച്ചു സാമിയാ അങ്ങോട്ട് പോട്ടെ. ആടെ പോടാ. പോയിക്കോളി. ഇടങ്ങാറും സങ്കടവും ദേഷ്യവും ഉസ്മാനെ ഇങ്ങോട്ട് ലുക്ക് 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 ഇവിടേക്ക് നോക്കിയാ മതി. കറക്റ്റാ. സങ്കടമൊക്കെ ഉണ്ട്. ഷോർട്ടാണ്, അതിനനുസരിച്ച് നിന്നോളി. സങ്കടം ദേഷ്യം രണ്ടാളും മുഖത്തോട് മുഖം നോക്കിക്കോളി. നാണൊക്കെ ഇട്ടുകണു, വലിയ തറവാട്ടാരാണ്. അഭിമാന അന്തസ്സൊക്കെ പോയിക്കണു. എടുത്ത തുണി ഊരിപ്പോയ അവസ്ഥയാണ്. മനുഷ്യൻ ബസളായി, നാറാണക്കല്ല പിടിച്ചു, പിച്ചക്കാരായി. ഇതിലിറങ്ങി ദാരിദ്ര്യം ജീവിതത്തിൽ വരാല്ല. അപ്പൊ നമ്മൾ ഷൂട്ട് രാത്രി 2 മണിക്ക് തീർന്നു. ഇത്രയും സമയം ഇവിടെ സുഖമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ നമ്മളെ ഫ്രണ്ട് ജാബിർ പനങ്ങാടിന്റെ വീടാണ് കേട്ടോ. ആ വീടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം കിട്ടി. അപ്പോൾ ജാബിറെ സ്പെഷ്യൽ താങ്ക്സ്. എന്തായാലും നമുക്കൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, സെലിബ്രേഷനൊക്കെ. ഇതിന്റെ വീഡിയോസ്
അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഞങ്ങൾ ഇട്ട് തരാം. ആ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വൈൻഡപ്പ് ഇവിടെ തീർക്കണം. അതുവരേക്കും ബൈ.